Pain from loss is inevitable and suffering is optional. ഞാൻ ബീന. ഞാൻ ഇന്ന് അവഗണനയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്നേഹബന്ധങ്ങളിൽ അവഗണന അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ 100% ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചിട്ടും നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാക്കാതെ നമ്മളെ പകുതി വഴിയിൽ വെച്ച് അവഗണിച്ചവർ ധാരാളമുണ്ട്. 1-2 പ്രാവശ്യം അവഗണിക്കുന്നതിനെ പറ്റി അല്ല ഈ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അവർ നമ്മളെ അവഗണിക്കുന്നതിനെ പറ്റിയും അല്ല പറയുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും തുടർച്ചയായി നമ്മളെ അവഗണിക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളാണ്. ഈ അവഗണന വരും തോറും നമ്മൾ അവരുടെ ശ്രദ്ധയ്ക്കായി യാചിച്ചുകൊണ്ടിരിക്കും. എന്തു പറ്റി, എന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ യാചിക്കും തോറും നമ്മുടെ വില അവരുടെ മുമ്പിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില അവഗണനകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വയം അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പിന്മാറുകയാണ് വേണ്ടത്. വീക്കായ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും ഒരു കൂട്ടു വേണം. അതിന് കാരണം നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ആളുകളാൽ ചുറ്റപ്പെട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. നമ്മുടെ ദുഃഖവും സന്തോഷവും എല്ലാം പങ്കുവെക്കാനായിട്ട് നമുക്ക് ഒരു കൂട്ടം ആൾക്കാർ വേണം എപ്പോഴും. ഇങ്ങനെയാണ് നമ്മളെ സമൂഹം പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കൂട്ടത്തിൽ ഒന്നായിരിക്കുക എന്നതാണ് വിജയമായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നത് പരാജിതനാണ് എന്ന ഒരു സോഷ്യൽ കണ്ടീഷനിങ് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളോടൊരു വെള്ളിയാഴ്ച വീട്ടിൽ തനിയെ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. മറ്റുള്ളവരുടെ അംഗീകാരവും സാമീപ്യവുമാണ് നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എങ്കിൽ നമ്മൾ ഇതൊന്നും തന്നെ, നമ്മുടെ ചിന്തകളോ ഒന്നും തന്നെ നമ്മൾ മുഖാമുഖം കാണുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ എന്നാൽ ഒറ്റപ്പെട്ടു പോകുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അടക്കി വെച്ച ചിന്തകൾ, അതുപോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഭാവിയെപ്പറ്റിയും ഭൂതത്തെപ്പറ്റിയും ഒക്കെയുള്ള നമ്മുടെ ആശങ്കകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. ദ പവർ ടു ബി അലോൺ എന്നത് ഏകാന്തത അനുഭവിക്കലല്ല. അതെന്ന് പറയുന്ന സെൽഫ് ഡിസ്കവറിക്കും ഇന്നർ പീസിനും ഒക്കെയുള്ള ഒരു വളർച്ചയ്ക്കുള്ള ഒരു പാത ഒരുക്കലാണ്. ജീവിതത്തിൽ എന്തു വന്നാലും നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് തന്നെയാണ്. അല്ലാതെ ചുറ്റുമുള്ളവർ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ അതേ തീവ്രതയിൽ ഉൾക്കൊള്ളും എന്ന് നമ്മൾ ചിന്തിച്ചാൽ യു ആർ റോങ്. ദേ ആർ ബിസി വിത്ത് ദെയർ ഓൺ പ്രയോറിറ്റീസ്. ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയുടെ ചിറകുകൾക്ക് ബലം കൂടുതലായിരിക്കും. കാരണം അതിനെ താങ്ങി നിർത്താനും അതിനെ മുന്നോട്ട് നയിക്കാനും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഒക്കെ അത് ആശ്രയിക്കുന്നത് ഈ ചിറകുകളെയാണ്. ബി സ്ട്രോങ് ഇനഫ് ടു ഫൈറ്റ് അലോൺ ആൻഡ് വൈസ് ഇനഫ് ടു വെയിറ്റ് ഫോർ യുവർ ടേൺ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് എത്ര കാലം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? എപ്പോഴും ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുകയുമില്ല. Be a loner that gives you time to wonder, to search for the truths. Have holy curiosity, make your life worth living. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണിവ. നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ളവരെക്കുറിച്ചും മനസ്സിലാക്കാൻ ഏറ്റവും അധികം സാധിക്കുക തനിച്ചാകുമ്പോഴാണ്. നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നത്, ഡീപ്പായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ഒറ്റയ്ക്കാകുമ്പോഴാണ്. ലോൺലിനെസ് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അവഗണന എന്ന അവസ്ഥയിൽ നിന്ന് ഒളിച്ചോടാനായി നമ്മൾ വീണ്ടും ബഹളങ്ങളിലേക്കും ആൾക്കൂട്ടത്തിലേക്കും ഒക്കെ ഓടിയെടുക്കുന്നു. മൊബൈൽ ഫോണിലോ സിനിമയിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ മുഴുകി നമ്മളിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നു. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. അവഗണന എന്ന ആ ചിന്തകളെ നമ്മൾ എത്ര കാലം അടക്കി വെക്കും? ആ ഭയത്തെ നിങ്ങൾ എത്ര ദൂരം ചുമക്കും? അതിനെ നേരിടുക എന്നതാണ് ഒരേ ഒരു വഴി. അതിനുള്ള ആദ്യ പടിയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക എന്നത്.
Dare to be alone. മറ്റുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നാൽ ദുഃഖിക്കേണ്ടി വരും. Always standing alone is better than being around people who don't value you, your thoughts, your feelings, your dreams. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തന്നെ വില തരാത്ത ഒരാൾക്കാരുടെ ചുറ്റും നിൽക്കുന്നതിൽ കാര്യമില്ല. Be brave enough to fight your own battles alone. ഒറ്റയ്ക്കാകുന്നതും ഏകാന്തതയും നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഇവ രണ്ടും രണ്ടാണ്. ഇവ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ആരെങ്കിലും ചുറ്റുമുള്ള ലോകത്താണ്. ഇൻ സോളിറ്റ്യൂഡ് ദ മൈൻഡ് ഗെയിൻസ് വാട്ട് ദ വേൾഡ് ലോസസ്. ലോകത്ത് എന്താണോ നഷ്ടപ്പെടുന്നത് അത് ഏകാന്തതയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവഗണിക്കുന്നവരുടെ മുമ്പിൽ സിംഹമായി മാറുക. നിങ്ങളുടെ നന്മയെ ഒരു ബലഹീനതയായി കാണുന്നുണ്ടോ? നിങ്ങൾ എത്രത്തോളം ഒതുങ്ങിപ്പോകുന്നു അത്രത്തോളം ചവിട്ടി അരയ്ക്കപ്പെടും. സുഹൃത്തുക്കൾ, പങ്കാളി എന്നിവർ നമ്മുടെ പ്രാധാന്യം അവഗണിക്കാൻ തുടങ്ങും. വിലയില്ലാത്തിടത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ പാടില്ല. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാര്യം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ്. അത് വെറും തോന്നൽ മാത്രമാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം നമ്മൾ ഒരാളെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം ആ ഒരാൾക്ക് നമ്മളെ വിഡ്ഢിയാക്കാൻ സാധിക്കും എന്നതാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ അവരൊരു ചെറിയ അകലം പാലിച്ച് അവരെ കൂടെ നിർത്തുക. അതുപോലെ ബി എംപത്തറ്റിക്. എംപത്തറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരുടെ അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് സഹാനുഭൂതിയോടെ അവയൊക്കെ കേൾക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ലോൺലിനെസ് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഈ ലോൺലിനെസ് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. ബി ബ്രേവ് ടു ബി എലോൺ. ഏകാന്തതയുടെ യഥാർത്ഥ പവർ മനസ്സിലാക്കിയ ഒരാൾക്ക് ഏകാന്തതയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഉയരങ്ങൾ എത്താനാകും. ആരൊക്കെ നമ്മളെ അവഗണിച്ചാലും നമ്മൾക്ക് ആ ഏകാന്തതയുടെ പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.